മമ്മൂക്കയുടെ ടർബോ തിയേറ്ററിലെത്താൻ ഇനിയും 3 ദിവസങ്ങളുണ്ട്. ഇപ്പോൾ മലയാള സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. താരത്തിൻ്റെ ആവശ്യമില്ല, കണ്ടന്റ് നന്നായാൽ പ്രേക്ഷകർ തിയേറ്ററിൽ അടിച്ചു കയറി വരുമെന്നാണ് ഒരു കൂട്ടം ആളുകളുടെ അഭിപ്രായം. എന്നാൽ അവരുടെ ഈ ഒരു അഭിപ്രായത്തെ കുറ്റം പറയാനും സാധിക്കില്ല. കാരണം അത്രയും ഗംഭീര സിനിമകളാണ് 2024 കണ്ടന്റ് കൊണ്ട് തിയേറ്ററിൽ വലിയ വിജയമായിട്ടുള്ളത്. ഇൻഡസ്ട്രി ഹിറ്റ് വരെ കിട്ടി. മഞ്ഞുമ്മൽ ബോയ്സ്, അതുപോലെ പ്രേമലു, ആടുജീവിതം, ഇപ്പോൾ അവസാനം ആവേശം എന്നീ സിനിമകൾക്കൊന്നും റിലീസിൻ്റെ മുന്നേ വലിയൊരു ഓളം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രീസെയിൽ കളക്ഷൻ ഒന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ചിത്രത്തിൻ്റെ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് പ്രേക്ഷകരിൽ നിന്നും കിട്ടിയ മികച്ച റെസ്പോൺസിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അങ്ങോട്ട് തിയേറ്ററിൽ വലിയ രീതിയിൽ ആളെത്തി തുടങ്ങിയത്. ഈ ഒരു സിനിമകളുടെ എല്ലാം ഫസ്റ്റ് ഡേ കളക്ഷനെല്ലാം വലിയ രീതിയിലുള്ള കളക്ഷനൊന്നും നേടിയിട്ടില്ല. പിന്നീട് അങ്ങോട്ട് രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസങ്ങളിലൊക്കെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ദിവസമായി മാറിയത്. എന്നാൽ താരത്തിൻ്റെ ആവശ്യമില്ല, കണ്ടന്റ് മതി എന്ന് പറയുന്ന ആളുകളോട് ഒരു കാര്യം പറയട്ടെ. മെഗാസ്റ്റാറിൻ്റെ ടർബോ എന്ന് പറയുന്ന സിനിമ റിലീസിൻ്റെ മുന്നേ തന്നെ ഏകദേശം കേരളത്തിൽ നിന്നും 1.25 കോടിയോളം രൂപ നേടിക്കഴിഞ്ഞു. പ്രീസെയിൽ കളക്ഷനിൽ വലിയ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. താരമില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രീസെയിൽ കളക്ഷൻ എല്ലാം ഈ ഒരു ചിത്രത്തിന് നേടാൻ സാധിക്കുമായിരുന്നു. വേൾഡ് വൈഡ് നിന്ന് ഈ ഒരു ചിത്രം പ്രീസെയിൽ കളക്ഷനിൽ 3 കോടിയോളം രൂപ ആയിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് പ്രീസെയിൽ കളക്ഷനിൽ വലിയ രീതിയിലുള്ള ഇടിവ് വരാനുള്ള പ്രധാന കാരണം പ്രതീക്ഷയോടെ തിയേറ്ററിൽ എത്തി അട്ടർ ഫ്ലോപ്പായ ചില സിനിമകൾ പ്രേക്ഷകർക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചത്. അത്തരത്തിലുള്ള സിനിമകളായിരുന്നു ഒന്ന് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം, ലാലേട്ടൻ തന്നെ മലൈക്കോട്ടെ വാലിബൻ, ദുൽഖർ സൽമാൻ്റെ കിങ് ഓഫ് കൊത്ത, ആറാട്ട് എന്നീ സിനിമകളെല്ലാം വലിയ രീതിയിൽ പ്രതീക്ഷയോടുകൂടി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ എത്തിയ സമയത്ത് അവർക്ക് മാക്സിമം അല്ലെങ്കിൽ അവരെ മാക്സിമം തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കോണ്ടൻറ്റ് ആ ഒരു സിനിമയിലില്ല. അങ്ങനെ പ്രേക്ഷകർക്ക് നിരാശ സമ്മാനിച്ച് പിന്നീട് അവർ തന്നെ ചിന്തിച്ചെടുത്തിട്ടുണ്ടാവാം ഇനിയൊരു ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ തിയേറ്ററിലേക്ക് ഓടിയെത്തൂ എന്ന്. എന്നാൽ ടർബോയിലേക്ക് വരുന്ന സമയത്ത് മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം കേരളത്തിൽ നിന്ന് നേടിയ പ്രീസെയിൽ കളക്ഷൻ ഇന്ന് മെഗാസ്റ്റാറിൻ്റെ ടർബോ മറികടക്കാനിരിക്കുകയാണ്. ഇനിയും ചിത്രം തിയേറ്ററിലെത്താൻ 3 ദിവസങ്ങളുണ്ട്. പ്രീസെയിൽ കളക്ഷൻ എവിടെ ചെന്നെത്തും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. അവരുടെ മുന്നേയുള്ള സിനിമകൾ ഒരു മിനിമം ക്വാളിറ്റിയുള്ള സിനിമകൾ തന്നെയായിരുന്നു. അതുതന്നെയായിരിക്കാം ചിലപ്പോൾ പ്രീസെയിൽ കളക്ഷനിൽ ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ ടർബോ എന്ന ചിത്രത്തിന് സാധിച്ചതും. അതോടൊപ്പം തന്നെ ചിത്രത്തിന് മികച്ചൊരു ഹൈപ്പ് ഉണ്ട്. പിന്നെ മമ്മൂക്കയുടെ സിനിമയാണല്ലോ, ഒരു ഹൈപ്പിൽ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്രീസെയിൽ കളക്ഷൻ നടക്കാനും ചാൻസ് ഉണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രൊമോഷൻ കണ്ടന്റും കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ഒന്നും കൂടെ പ്രീസെയിൽ കളക്ഷൻ വർദ്ധിക്കാൻ സാധ്യത ഏറെയാണ്. ചിത്രത്തിൽ സൂപ്പർ താരവും അതോടൊപ്പം തന്നെ ഹൈപ്പുള്ള സിനിമയും ആവുന്ന സമയത്ത് ചിത്രത്തിന് പ്രീസെയിൽ കളക്ഷൻ നല്ല രീതിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നമ്മളുടെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ചിരുജന.